നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയ്ക്കുണ്ടായത് കനത്ത തിരിച്ചടി. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വോട്ട് വർധന മാത്രമാണ് NDAയ്ക്കുള്ളത്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് BJP നടത്തിയ നീക്കങ്ങൾ നിലമ്പൂരിലും പാളി. മാർത്തോമ സഭാംഗമായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ടർമാർ പ്രതീക്ഷിച്ച പിന്തുണ നൽകിയില്ല. 2021 നേടിയ 8595 വോട്ടുകളിൽ ചോർച്ചയുണ്ടായില്ലെന്നത് മാത്രമാണ് ഏക ആശ്വാസം. 8648 വോട്ടുകൾ മാത്രമാണ് ഇത്തവണ NDAയ്ക്ക് നേടാനായത്. 2021 അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് നിലമ്പൂരിൽ ഞങ്ങൾ സ്വീകരിച്ച വികസന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുകയാണ്. അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ട് കൂടി ചേർന്നാൽ നില മെച്ചപ്പെടുത്താമെന്നായിരുന്നു NDAയുടെ കണക്കുകൂട്ടൽ. പുതിയ നേതൃത്വത്തിന് കീഴിൽ നേരിട്ട ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്ന അവകാശവാദം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക. റിപ്പോർട്ടർ, നിലമ്പൂർ.